അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ചൊവ്വര ഒരു ഫുഡിങ് തയ്യാറാക്കി നോക്കാം. അതിന് ആദ്യം 250 ഗ്രാം ചൊവ്വരിയാണ് ഞാൻ കുതിർത്തി വെച്ചത്. അത് കഴുകിയതിന് ശേഷം ലൈറ്റ് ചൂട് വെള്ളത്തിലാണ് കുതിർത്തി വെക്കേണ്ടത്. ഒരു 10 മിനിറ്റ് കുതിർത്തി വെച്ചാൽ മതി. അപ്പം നമ്മുടെ ചൊവ്വരി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് അരച്ചെടുക്കണ്ടേ. മുതിയ അരക്കാണ്ട് കഷ്ണം കാണുന്ന രൂപത്തിൽ കൈകൊണ്ടോ മിക്സിയിലോ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരക്കുന്ന സമയത്ത് 2 സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് വേണം അരക്കാൻ. അരച്ച് കഴിഞ്ഞിട്ട് അത് ബോർഡ് പിടിക്കണം. പക്ഷേ ബോർഡ് പിടിക്കുന്ന സമയത്ത് കൈക്ക് പറ്റും. അത് കാരണം ഞാൻ മിൽമ നെയ്യ് കയ്യിലാക്കിയിട്ടാണ് ബോർഡൊക്കെ പിടിച്ച് വെച്ചത്. പക്ഷേ നമുക്ക് ബോർഡ് പിടിക്കാൻ പറ്റി നല്ല വൃത്തിയിലായിട്ടുണ്ട്. നമുക്കിത് വേവിച്ചെടുക്കാം. പാൽ തിളപ്പിച്ചെടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചത്. അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഈ ബോർഡ് ഇട്ട് കൊടുക്കാം. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ സ്റ്റൗ സ്ലോ ആക്കിയിട്ട് വെക്കണം. കാരണം ഇല്ലെങ്കിൽ ഇതിൽ പൊട്ടിപ്പോവാനും അടി പിടിച്ച് പോകാനും സാധ്യതയുണ്ട്. പാൽ തിളക്കുന്ന സമയത്ത് സ്റ്റൗ സ്ലോ ആക്കി കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു ഫ്ലേവറിന് മാത്രം ഒരു 3 ഏലക്കായി, കുറച്ച് പാൽപ്പൊടി, 1 കപ്പ് മിൽക്ക് മെയ്ഡ് ഒക്കെ നമുക്ക് പോരാം. പക്ഷെ പഞ്ചസാര ഇടുന്നവർക്ക് പഞ്ചസാര ഇടാം. ഞാൻ പഞ്ചസാര ഇട്ടില്ല. ഞാൻ 1 കപ്പ് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചത്. അത് വെന്ത് തിളച്ച് വരുന്ന സമയത്ത് മുകളിലേക്ക് പൊങ്ങി വരും. അപ്പം വെന്ത് അതിൻ്റെ പാകമായിന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്കതിലേക്ക് 2 സ്പൂണ് കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് പോർന്ന് കൊടുക്കാം. കസ്റ്റർഡ് പൗഡർ പോർന്നതിന് ശേഷം സ്റ്റൗവിൻ്റെ സ്പീഡ് കൂട്ടരുത്. അതേ സ്ലോയിൽ തന്നെ തിളച്ചെടുക്കണം. അപ്പം നമ്മുടെ ചൊവ്വരി ഫുഡിങ് മാഷാ അല്ലാഹ് സൂപ്പറായിട്ട്